ഒരൊറ്റ ദിവസം കൊണ്ട് നിങ്ങളുടെ ജീവിത സമ്പാദ്യം മുഴുവൻ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ ശരിക്കും അതൊരു വലിയ ഷോക്ക് തന്നെയാണല്ലേ? അതെ, നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച നിങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നമായ ഒരു സ്ഥാപനം ഭരണകൂടം പൂട്ടിക്കുക, എന്നിട്ട് സർക്കാരിനെ വിമർശിക്കുന്നത് നിർത്തിയാൽ ഇതെല്ലാം തിരികെ നൽകാമെന്നവർ പറയുമ്പോൾ എന്റെ എഡിറ്റർ ഇല്ലെങ്കിൽ എനിക്ക് ഈ യന്ത്രങ്ങൾ മാത്രം ആവശ്യമില്ല എന്ന് മുഖത്തു നോക്കി പറയാൻ എത്ര പേർക്ക് ധൈര്യമുണ്ടാകും? ഇന്നത്തെ കാലത്ത് അങ്ങനെ ഒരാളെ കണ്ടെത്താൻ വളരെ ബുദ്ധിമുട്ടാണ്. തീർച്ചയായും. ഇന്ന് നമ്മൾ ഈ ഡീപ് ഡൈവ് വിശകലനത്തിൽ ഒരുമിച്ച് പരിശോധിക്കാൻ പോകുന്നത് അത്തരമൊരു അസാധാരണ വ്യക്തിത്വത്തെക്കുറിച്ചാണ്. വിവരങ്ങൾ വേഗത്തിലും കൃത്യമായും പഠിക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾക്ക്, അതായത് ഉന്നതതല പരീക്ഷകൾക്കൊക്കെ തയ്യാറെടുക്കുന്നവർക്ക് വേണ്ട എല്ലാ വസ്തുതകളും ഒട്ടും ചോർന്നു പോകാതെയാണ് നമ്മൾ ഈ ചർച്ച തയ്യാറാക്കിയിരിക്കുന്നത്. അതെ, പ്രത്യേകിച്ച് തീയതികളും പേരുകളുമൊന്നും വിട്ടുപോകാതെ തന്നെ നമുക്കിത് സംസാരിക്കാം. യാഥാസ്ഥിതികരുടെ അന്ധവിശ്വാസങ്ങളോടും അതോടൊപ്പം തന്നെ സർവാധികാരിയായ രാജാവിനോടും ഒരേ സമയം പോരാടിയ കേരളത്തിലെ ഇസ്ലാമിക നവോത്ഥാനത്തിന്റെ പിതാവ് സാക്ഷാൽ വക്കം അബ്ദുൽഖാദർ മൗലവിയുടെ യഥാർത്ഥ ജീവിതമാണ് നമ്മൾ പരിശോധിക്കുന്നത്. ശരി, നമുക്കിതൊന്ന് വിശദമായി പരിശോധിക്കാം. ഈ ഒരു വിഷയത്തിലേക്ക് കടക്കുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അന്നത്തെ ആ കാലഘട്ടമാണ്. അതായത് 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ തിരുവിതാംകൂറിലെ സാമൂഹിക അവസ്ഥ വളരെ സങ്കീർണമായിരുന്നു. ശരിയാണ്. അറിവെന്നത് വളരെ ന്യൂനപക്ഷമായ ആളുകളുടെ മാത്രം കുത്തകയായിരുന്നൊരു കാലം, അല്ലേ? കൃത്യം. അവിടെ നിന്നാണ് അദ്ദേഹം തന്റെ പോരാട്ടം തുടങ്ങുന്നത്. ഇത് കേവലം കുറച്ചു വർഷങ്ങളുടെ ചരിത്രമല്ല, കേരളമെന്ന സമൂഹത്തിന്റെ ചിന്തകളിൽ വന്ന വലിയൊരു മാറ്റമാണ്. നമുക്ക് തുടങ്ങാം. 1873 ഡിസംബർ 28-നാണ് പഴയ തിരുവിതാംകൂറിലെ തിരുവനന്തപുരം ജില്ലയിലുള്ള വക്കത്ത് അദ്ദേഹം ജനിക്കുന്നത്. അതെ, പ്രശസ്തമായ പൂന്താൻ കുടുംബത്തിൽ. പൂന്താൻ കുടുംബം സാമ്പത്തികമായി വളരെ ഉയർന്ന സ്വാധീനമുള്ളൊരു പശ്ചാത്തലമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട്. പലപ്പോഴും ഇത്തരം സാമൂഹിക പരിഷ്കർത്താക്കൾ രൂപപ്പെടുന്നത് അവരനുഭവിക്കുന്ന കടുത്ത ദാരിദ്ര്യത്തിൽ നിന്നൊക്കെയാടാം. അതൊരു സാധാരണ പാറ്റേൺ ആണല്ലോ. അതെ. എന്നാൽ വക്കം മൗലവിയുടെ കാര്യത്തിൽ അതായിരുന്നില്ല അവസ്ഥ. അദ്ദേഹത്തിന് സ്വന്തമായി ഒരുപാട് സമ്പത്തുണ്ടായിരുന്നു, മികച്ച വിദ്യാഭ്യാസം ലഭിച്ചിരുന്നു. അറബി, പേർഷ്യൻ, ഉർദു, തമിഴ്, സംസ്കൃതം, ഇംഗ്ലീഷ് തുടങ്ങി നിരവധി ഭാഷകളിൽ അദ്ദേഹത്തിന് അഗാധമായ പാണ്ഡിത്യമുണ്ടായിരുന്നു. വാവ്, അത്രയും ഭാഷകളോ! വേണമെങ്കിൽ സുഖലോലുപനായി ജീവിച്ചു തീർക്കാമായിരുന്ന ഒരു ജീവിതം. തീർച്ചയായും. പക്ഷേ തന്റെ ചുറ്റുമുള്ള സമൂഹം, പ്രത്യേകിച്ച് മുസ്ലിം സമുദായം, അന്ധവിശ്വാസങ്ങളിൽ പെണ്ടുകിടക്കുന്നത് കണ്ട് അതിൽ നിന്ന് അവരെ കൈപിടിച്ചുയർത്താനാണ് അദ്ദേഹം തന്റെ പദവിയും സമ്പത്തും ഉപയോഗിച്ചത്. അതൊരു വലിയ തീരുമാനമാണ്. അദ്ദേഹത്തിന്റെ വ്യക്തിജീവിതത്തിലേക്ക് നോക്കുമ്പോൾ അദ്ദേഹം 2 വിവാഹം കഴിച്ചിട്ടുണ്ടല്ലേ? ആദ്യ ഭാര്യ ഹലീമ. അവരുടെ മരണശേഷമാണ് അദ്ദേഹം ആമിന ഉമ്മയെ വിവാഹം കഴിക്കുന്നത്. അതെ, ആമിന ഉമ്മയെ. ഇവിടെയാണ് അദ്ദേഹത്തിന്റെ വ്യക്തിജീവിതത്തിലെ വളരെ രസകരമായ ഒരു വസ്തുത ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്കറിയാമോ, 19-ാം നൂറ്റാണ്ടിന്റെ അവസാന കാലത്ത് ഭർത്താക്കന്മാരെ ഭാര്യമാർ പേര് വിളിച്ച് സംബോധന ചെയ്യുന്ന രീതി നമ്മുടെ നാട്ടിൽ ഇല്ലായിരുന്നു. തീർച്ചയായും ഇല്ല. അദ്ദേഹം, ഇയാൾ എന്നൊക്കെയുള്ള പ്രയോഗങ്ങളായിരുന്നല്ലോ പതിവ്. അതെ. എന്നാൽ തുല്യതയിൽ വിശ്വസിച്ചിരുന്ന മൗലവി സ്വന്തം പേര് ഭാര്യ വിളിക്കണമെന്ന് ആഗ്രഹിച്ചു. പക്ഷേ ആ കാലഘട്ടത്തിന്റെ സാമൂഹിക സമ്മർദ്ദം കാരണം അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കത് വലിയ ബുദ്ധിമുട്ടായിരുന്നു. ശരിക്കും അതൊരു ധർമ്മസങ്കടം തന്നെയായിരിക്കും അവർക്ക്. അപ്പോഴദ്ദേഹം എന്ത് ചെയ്തുവെന്നറിയാമോ? ആ പ്രതിസന്ധി മറികടക്കാൻ തങ്ങൾക്ക് ജനിച്ച അടുത്ത പുത്രൻ അദ്ദേഹം സ്വന്തം പേരായ അബ്ദുൽ ഖാദർ എന്ന് തന്നെ പേരിട്ടു. അത് ഗംഭീരമായി. അതൊരു ബുദ്ധിപരമായ നീക്കമായിരുന്നു, അല്ലേ? അങ്ങനെ മകനെ വിളിക്കുമ്പോഴെങ്കിലും ഭാര്യ തന്റെ പേര് ഉച്ചരിക്കുമല്ലോ എന്ന് അദ്ദേഹം കരുതി. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പുരുഷാധിപത്യത്തെ സ്വന്തം കിടപ്പുമുറിയിൽ നിന്ന് തന്നെ പൊളിച്ചെഴുതാൻ ശ്രമിച്ച ഒരു യഥാർത്ഥ നായകന്റെ ലക്ഷണമാണിത്. അക്ഷരാർത്ഥത്തിൽ അതൊരു പേഴ്സണൽ റെനൈസൻസ് ആയിരുന്നു. ശരിയും പറഞ്ഞ ആ ഒരു പ്രവൃത്തിയുടെ മനഃശാസ്ത്രം വളരെ വലുതാണ്. സമൂഹത്തിൽ തുല്യത വരണമെങ്കിൽ ആദ്യം സ്വന്തം പങ്കാളിക്ക് തുല്യത നൽകണമെന്ന വലിയ പാഠം അതിലുണ്ട്. അതെ, വളരെ ശരിയാണ്. എന്നാൽ ഈ വിശാലമായ കാഴ്ചപ്പാട് അന്നത്തെ യാഥാസ്ഥിതിക സമൂഹത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്നതായിരുന്നില്ല. കാലാകാലങ്ങളായി അവർ പിന്തുടർന്നു പോന്ന അനാചാരങ്ങളെ അദ്ദേഹം ചോദ്യം ചെയ്തപ്പോൾ യാഥാസ്ഥിതിക വിഭാഗം അതിശക്തമായി അദ്ദേഹത്തെ എതിർത്തു. എന്നു പറഞ്ഞാൽ ശരിക്കും വ്യക്തിഹത്യ ചെയ്യുന്ന തലത്തിലേക്ക് പോയോ? തീർച്ചയായും. സ്വന്തം സമുദായത്തിലെ ചിലർ അദ്ദേഹത്തെ കാഫിർ അഥവാ മതനിഷേധി എന്ന് വിളിച്ച് അധിക്ഷേപിച്ചു.
അക്കാലത്ത് കാഫിർ എന്ന് മുദ്രകുത്തപ്പെടുക എന്നാൽ സമൂഹത്തിൽ നിന്നുള്ള പൂർണ്ണമായ ഊരുവിലക്കാണ്. സംസാരിക്കാൻ ആളില്ല, സഹകരിക്കാൻ ആളില്ല, തികച്ചും ഒറ്റപ്പെട്ട അവസ്ഥ. ഇന്ന് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇടുമ്പോൾ കിട്ടുന്ന സൈബർ ബുള്ളിയും കണ്ട് ഭയക്കാറുണ്ട്. എന്നാൽ 1900കളുടെ തുടക്കത്തിൽ സ്വന്നം സമുദായം ഒന്നടങ്കം ഊരുവിലക്കിയപ്പോൾ അദ്ദേഹം അനുഭവിച്ച മാനസികാവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. വളരെ ഭയാനകമായ ഒരൊറ്റപ്പെടലാണത്. എന്നിട്ടും അദ്ദേഹം പിന്മാറിയില്ല എന്നതാണ് ചരിത്രം. തന്റെ ആശയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ അദ്ദേഹം കണ്ടെത്തിയ ഏറ്റവും മൂർച്ചയുള്ള ആയുധം പത്രപ്രവർത്തനമായിരുന്നു. അങ്ങനെയാണ് 1905 അദ്ദേഹം സ്വദേശാഭിമാനി എന്ന പത്രം ആരംഭിക്കുന്നത്. ഈ പത്രത്തിന്റെ തുടക്കത്തിൽ തന്നെ ഒരു വലിയ രാഷ്ട്രീയ തന്ത്രം ഒളിഞ്ഞിരിപ്പുണ്ടല്ലേ? അതെ, തിരുവനന്തപുരത്തുനിന്നല്ല, മറിച്ച് അഞ്ചുതെങ്ങിൽ നിന്നാണ് ഇത് ആരംഭിക്കുന്നത്. അതെന്തുകൊണ്ടാണ് അഞ്ചുതെങ്ങ് തിരഞ്ഞെടുത്തത്? അതൊരു ഗംഭീരമായ തന്ത്രമായിരുന്നു. അദ്ദേഹം സ്വദേശാഭിമാനി ആരംഭിക്കുന്നത് 1905 ജാനുവരി 19-നാണ്. എന്തുകൊണ്ട് അഞ്ചുതെങ്ങ് എന്ന് ചോദിച്ചാൽ, അഞ്ചുതെങ്ങ് അന്ന് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ, അതായത് ബ്രിട്ടീഷ് ഇന്ത്യയുടെ നേരിട്ടുള്ള അധികാരപരിധിയിലുള്ള പ്രദേശമായിരുന്നു. ഓഹോ, അപ്പോൾ തിരുവിതാംകൂർ രാജാവിന് അവിടെ നേരിട്ടിടപെടാൻ കഴിയില്ലേ? ഒരിക്കലുമില്ല. തിരുവിതാംകൂർ രാജാവിനോ ദിവാൻമാർക്കോ അവിടെ പോലീസിനെ ഉപയോഗിച്ച് ഇടപെടാൻ നിയമപരമായി കഴിയില്ല. രാജവാഴ്ചയുടെ കൊള്ളരുതായ്മകളെ വിമർശിക്കാൻ ഇതിലും സുരക്ഷിതമായ മറ്റൊരു സ്ഥലം തിരുവിതാംകൂറിൽ അന്നുണ്ടായിരുന്നില്ല. ഭരണകൂടത്തിനെതിരെയുള്ള ആ പോരാട്ടം എത്രത്തോളം ആസൂത്രിതമായിരുന്നു എന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. പലപ്പോഴും സ്വദേശാഭിമാനി എന്ന് കേൾക്കുമ്പോൾ എല്ലാവരുടെയും മനസ്സിലേക്ക് വരുന്നത് എഡിറ്റർ രാമകൃഷ്ണപിള്ളയുടെ പേരാണ്. എന്നാൽ ഈ പത്രത്തിന്റെ ആദ്യത്തെ എഡിറ്റർ അദ്ദേഹമായിരുന്നില്ല എന്നതൊരു സുപ്രധാന വസ്തുതയാണ്. തീർച്ചയായും പരീക്ഷകൾക്കൊക്കെ തയ്യാറെടുക്കുന്നവർ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. 1905 പത്രം തുടങ്ങുമ്പോൾ അതിന്റെ ആദ്യ എഡിറ്റർ CP ഗോവിന്ദപിള്ളയായിരുന്നു. അത് ശരി. അപ്പോൾ രാമകൃഷ്ണപിള്ള എപ്പോഴാണ് വരുന്നത്? CP ഗോവിന്ദപിള്ള സ്ഥാനമൊഴിഞ്ഞപ്പോൾ 1906 ജനുവരിയിലാണ് രാമകൃഷ്ണപിള്ള എഡിറ്ററായി ചുമതലയേൽക്കുന്നത്. അദ്ദേഹമാണ് പിന്നീട് ചരിത്രത്തിൽ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള എന്നറിയപ്പെട്ടത്. ഇവർ തമ്മിലുള്ള കെമിസ്ട്രി വളരെ അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. ഒത്തുതീർപ്പുകളില്ലാത്ത ഒരു എഡിറ്ററും അദ്ദേഹത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുന്ന ഒരു പത്രമുടമയും. അതെ, അങ്ങനെ 1907 അവരൊരു വലിയ തീരുമാനമെടുത്തു. അഞ്ചുതെങ്ങിൽ നിന്നുള്ള സുരക്ഷിതത്വം ഉപേക്ഷിച്ച് പത്രമാപ്പീസും പ്രസ്സും തിരുവനന്തപുരത്തേക്ക്, അതായത് ഭരണസിരാകേന്ദ്രത്തിലേക്ക് തന്നെ അവർ മാറ്റി. സിംഹത്തിന്റെ മടയിലേക്ക് നേരിട്ട് ചെന്ന് വെല്ലുവിളിക്കുകയായിരുന്നു അവർ, അല്ലേ? ഭരണകൂടത്തിന്റെ അഴിമതികളും രാജാവിന്റെ പ്രിയപ്പെട്ട ദിവാൻമാരുടെ കൊള്ളരുതായ്മകളും രാമകൃഷ്ണപിള്ളയുടെ പേനയിലൂടെ പുറത്തു വന്നപ്പോൾ സർക്കാർ ശരിക്കും വിറളി പിടിച്ചു. അതെ, ഒടുവിൽ 1910 സെപ്റ്റംബർ 26-ന് തിരുവിതാംകൂർ സർക്കാർ ഒരു അസാധാരണ വിജ്ഞാപനത്തിലൂടെ പത്രം കണ്ടുകെട്ടി എഡിറ്ററായ രാമകൃഷ്ണപിള്ളയെ നാടുകടത്തുകയും ചെയ്തു. ഈ വിശകലനത്തിന്റെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ ആ ചോദ്യത്തിലേക്ക് നമുക്ക് തിരികെ വരാം. പത്രം കണ്ടുകെട്ടിയതിനു ശേഷം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വക്കം മൗലവിക്ക് ഒരു രഹസ്യ സന്ദേശം ലഭിച്ചു. മാപ്പെഴുതി നൽകിയാൽ ആ വിലപിടിപ്പുള്ള പ്രസ് തിരികെ നൽകാമെന്ന് ഗവൺമെന്റ് അദ്ദേഹത്തെ അറിയിച്ചു. ബ്രിട്ടനിൽ നിന്നുൾപ്പെടെ ഇറക്കുമതി ചെയ്ത ഏറ്റവും ആധുനികമായ യന്ത്രങ്ങളായിരുന്നു അത്. അദ്ദേഹത്തിന്റെ ജീവിതസമ്പാദ്യം. അതെ. പക്ഷേ മൗലവി നൽകിയ മറുപടി എന്തായിരുന്നു? തന്റെ പ്രിയപ്പെട്ട എഡിറ്ററും പത്രവും ഇല്ലാതെ എനിക്ക് ഈ പ്രസ് മാത്രം ആവശ്യമില്ല എന്ന്. ഇത്രയും വലിയൊരു നഷ്ടം മുന്നിൽ കണ്ടിട്ടും എങ്ങനെയാണ് ഒരാൾക്ക് ഇങ്ങനെ പ്രതികരിക്കാൻ കഴിയുക? ഈ മറുപടി വെറുമൊരു വൈകാരിക പ്രതികരണമായി നമ്മൾ കാണരുത്. അതായിരുന്നു വക്കം മൗലവിയുടെ പത്രധർമ്മം. പ്രസ് എന്നത് കേവലം ഇരുമ്പുകൊണ്ടുണ്ടാക്കിയ ഒരു യന്ത്രം മാത്രമാണ്. എന്നാൽ പത്രമെന്നത് ഒരു ആശയമാണ്. എഡിറ്റർ ആ ആശയത്തിന്റെ ജീവനും വാഹകനുമാണ്. ആശയങ്ങളെ അടിച്ചമർത്തിയിട്ട് യന്ത്രങ്ങൾ തിരികെ വാങ്ങി എന്തു ചെയ്യാനാണ്, അല്ലേ? അതെ, സ്വന്തം സാമ്പത്തിക തകർച്ച മുന്നിൽ കണ്ടിട്ടും അദ്ദേഹം എടുത്ത ആ നിലപാട് ലോക പത്രപ്രവർത്തന ചരിത്രത്തിൽ തന്നെ സമാനതകളില്ലാത്തതാണ്. ആ ധീരത നമ്മളെ ശരിക്കും അത്ഭുതപ്പെടുത്തും. പക്ഷേ സ്വദേശാഭിമാനി പൂട്ടിയതുകൊണ്ട് അദ്ദേഹം തന്റെ പോരാട്ടം അവസാനിപ്പിച്ചില്ലല്ലോ. പത്രപ്രവർത്തനം മറ്റൊരു തലത്തിലേക്ക് അദ്ദേഹം കൊണ്ടുപോയി. പ്രത്യേകിച്ചും സ്വന്തം സമുദായത്തിലെ അന്ധവിശ്വാസങ്ങൾ നീക്കാൻ. അതിനായി അദ്ദേഹം ആരംഭിച്ച പ്രസിദ്ധീകരണങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 1906 തന്നെ അദ്ദേഹം മുസ്ലിം എന്ന പേരിൽ ഒരു മാസിക ആരംഭിച്ചിരുന്നു. പിന്നീട് 1918 അൽ ഇസ്ലാം എന്ന പ്രസിദ്ധീകരണവും തുടങ്ങി.
ഈ അൽ-ഇസ്ലാമിന് ശേഷം അദ്ദേഹം മലയാളത്തിലൊരു പത്രിക തുടങ്ങിയില്ലേ? അതെ, 1931 ദീപിക എന്ന പേരിൽ ഒരു മലയാളം പത്രികയും അദ്ദേഹം ആരംഭിച്ചു. ഇവിടെ ഈ ദീപിക എന്ന പ്രസിദ്ധീകരണത്തിന് വളരെ വലിയൊരു ചരിത്രപരമായ പ്രസക്തിയുണ്ട്. മതത്തെ ചില ഇടനിലക്കാരിൽ നിന്നും മോചിപ്പിക്കാനുള്ള ഒരു വലിയ ശ്രമം അതിനു പിന്നിലുണ്ടായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അതെന്തായിരുന്നു? ആ സംവിധാനത്തെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അക്കാലത്ത് ഇസ്ലാം മതഗ്രന്ഥമായ ഖുർആൻ അറബി ഭാഷയിൽ മാത്രമാണ് വായിക്കപ്പെട്ടിരുന്നത്. അതുകൊണ്ടുതന്നെ സാധാരണക്കാർക്ക് അതിന്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലായിരുന്നില്ല. അതായത് മതപണ്ഡിതന്മാർ പറയുന്ന കാര്യങ്ങൾ അന്ധമായി വിശ്വസിക്കാൻ സാധാരണക്കാർ നിർബന്ധിതരായി, അല്ലേ? കൃത്യം. ഈ ചൂഷണം ഒഴിവാക്കാൻ ഇസ്ലാമിന്റെ യഥാർത്ഥ സന്ദേശം സാധാരണ ജനങ്ങളിലേക്ക് അവരുടെ മാതൃഭാഷയിൽ തന്നെ എത്തണം എന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. അറബിയിലുള്ള ഒരു പുസ്തകം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യുന്നത് അന്ന് ചിന്തിക്കാൻ പോലും കഴിയാത്തത്ര വലിയ പാപമായാണ് യാഥാസ്ഥിതികർ കണ്ടിരുന്നത്. വൗ, അത്രയും എതിർപ്പുണ്ടായിരുന്നോ? അതെ. എന്നിട്ടും ആ വലിയ എതിർപ്പുകളെ വകവയ്ക്കാതെ അദ്ദേഹം ഖുർആൻ മലയാളത്തിൽ വിവർത്തനം ചെയ്ത് പ്രസിദ്ധീകരിക്കാൻ തീരുമാനിച്ചു. ആ ദൗത്യം അദ്ദേഹം നിർവഹിച്ചത് ഈ ദീപിക എന്ന പ്രസിദ്ധീകരണത്തിലൂടെയായിരുന്നു. അത് വലിയൊരു വിപ്ലവമാണ്. പുരോഹിതന്മാരുടെ കുത്തകയെ അദ്ദേഹം അക്ഷരാർത്ഥത്തിൽ പൊളിച്ചു. ഇതിനെല്ലാം പുറമെ പുസ്തകങ്ങൾ കൂടുതൽ വ്യാപകമായി പ്രസിദ്ധീകരിക്കുന്നതിനായി 1931 തന്നെ അദ്ദേഹം ഇസ്ലാമിക് പബ്ലിഷിംഗ് ഹൗസ് അഥവാ IPH സ്ഥാപിക്കുകയും ചെയ്തു. ഇത് വലിയൊരു തിരിച്ചറിവാണ് നൽകുന്നത്. വായിക്കുന്നവരിൽ ഒരു ചിന്തയുണ്ടാക്കാൻ അക്ഷരങ്ങൾക്ക് കഴിയും. പക്ഷേ ആ ചിന്ത ഒരു സാമൂഹിക മാറ്റമായി മാറണമെങ്കിൽ ജനങ്ങൾ സംഘടിക്കണം. വെറുതെ ലേഖനങ്ങൾ എഴുതിയിരുന്നാൽ പോരാ, ആളുകളെ ഒന്നിപ്പിക്കാൻ സ്ഥാപനങ്ങൾ വേണം എന്നദ്ദേഹം തിരിച്ചറിഞ്ഞു. തീർച്ചയായും വ്യക്തികളിൽ നിന്ന് സമൂഹത്തിലേക്കുള്ള ആ പ്രായോഗികമായ മാറ്റം, ആശയപ്രചാരണത്തിനൊപ്പം സംഘടനാ സംവിധാനങ്ങളുടെ ആവശ്യകത അദ്ദേഹം നന്നായി മനസ്സിലാക്കിയിരുന്നു. നവോത്ഥാനത്തെ സംഘടിതമാക്കാൻ അദ്ദേഹം ഏതൊക്കെ സ്ഥാപനങ്ങളാണ് രൂപീകരിച്ചതെന്ന് പരിശോധിക്കുന്നത് വളരെ കൗതുകകരമാണ്. പ്രാദേശിക തലത്തിൽ തുടങ്ങി അദ്ദേഹം അത് സംസ്ഥാന തലത്തിലേക്ക് വളർത്തിയില്ലേ? അതെ. ആദ്യം സ്വന്തം നാടായ തിരുവനന്തപുരത്തെ ചിറയൻകീഴിൽ അദ്ദേഹം ചിറയൻകീഴ് താലൂക്ക് മുസ്ലിം സമാജം രൂപീകരിച്ചു. പിന്നീട് ആലപ്പുഴയിൽ ചെന്ന് ലജ്നത്തുൽ മുഹമ്മദിയ സംഘം എന്നൊരു കൂട്ടായ്മയ്ക്ക് രൂപം നൽകി. പ്രധാനപ്പെട്ട ഒന്നാണ് തൃശൂരിലെ കൊടുങ്ങല്ലൂർ ആസ്ഥാനമായി രൂപം കൊണ്ട മുസ്ലിം ഐക്യസംഘം. നിങ്ങൾ ഓർക്കണം, സ്വന്തം നാട്ടിലെ യാഥാസ്ഥിതികർ ഊരുവിലക്കിയ ആ മനുഷ്യൻ പിൽക്കാലത്ത് കേരളത്തിലെ മുസ്ലിങ്ങളുടെ ഏറ്റവും വലിയ കൂട്ടായ്മയായ മുസ്ലിം ഐക്യസംഘത്തിന്റെ പ്രഥമ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്ന തലത്തിലേക്ക് വളർന്നു. അദ്ദേഹത്തിന്റെ സ്വീകാര്യത എത്രത്തോളം വലുതായിരുന്നു എന്നതിന്റെ തെളിവാണിത്. അപ്പോൾ ചിറയൻകീഴ്, ആലപ്പുഴ, കൊടുങ്ങല്ലൂർ എന്നിങ്ങനെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആളുകളെ അദ്ദേഹം ഒന്നിപ്പിച്ചു. എന്നിട്ട് ഈ ചെറിയ പ്രാദേശിക സംഘങ്ങളെല്ലാം ചേർത്ത് വലിയൊരു കുടക്കീഴിൽ കൊണ്ടുവരാനും അദ്ദേഹം ശ്രമിച്ചു, അല്ലേ? അതെ. തിരുവിതാംകൂറിലെ മുസ്ലിങ്ങളെ ഒന്നാകെ ബാധിക്കുന്ന മതപരവും സാമുദായികവും വിദ്യാഭ്യാസപരവുമായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി ഒരു വലിയ വേദി ആവശ്യമാണെന്ന് അദ്ദേഹം കണ്ടു. അങ്ങനെയാണ് അദ്ദേഹം അഖില തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ സ്ഥാപിക്കുന്നത്. അഖില തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ. ഇതിലെ സർക്കാരുമായി ബന്ധപ്പെട്ട ഒരു രസകരമായ കാര്യം കൂടി ഉണ്ടായിരുന്നല്ലോ. ഉണ്ട്. ഇതിലെ ഏറ്റവും വലിയ ഐറണി എന്താണെന്നറിയാമോ? ഏത് ഭരണകൂടമാണോ അദ്ദേഹത്തിന്റെ പ്രസ് കണ്ടുകെട്ടുകയും പൂട്ടിക്കുകയും ചെയ്തത്, അതേ തിരുവിതാംകൂർ സർക്കാരിന്റെ കീഴിലുണ്ടായിരുന്ന മുസ്ലിം ബോർഡിന്റെ ചെയർമാനായ അദ്ദേഹത്തിന് പിന്നീട് പ്രവർത്തിക്കേണ്ടി വന്നു. അത്ഭുതം തന്നെ. അദ്ദേഹത്തിന്റെ പാണ്ഡിത്യത്തെയും സ്വാധീനത്തെയും സർക്കാരിന് പോലും ഒടുവിൽ അംഗീകരിക്കേണ്ടി വന്നു എന്നതാണ് സത്യം. അവിശ്വസനീയമായ ഒരു ജീവിതയാത്രയാണത്. അന്ധവിശ്വാസങ്ങൾക്കെതിരെ പൊരുതാൻ അറിവ് മാത്രം പോരാ, സംഘബോധം കൂടിയേ തീരൂ എന്ന ദീർഘവീക്ഷണമാണ് ഈ സംഘടനകളിലൂടെ അദ്ദേഹം നടപ്പിലാക്കിയത്. തീർച്ചയായും. ഇത്രയേറെ കാര്യങ്ങൾ ചെയ്തു തീർത്ത ആ ജീവിതം ഒടുവിൽ എത്തിനിൽക്കുന്ന അവസാന കാലഘട്ടത്തിലേക്കും അദ്ദേഹം ഈ നാടിനായി അവശേഷിപ്പിച്ചു പോയ പൈതൃകത്തിലേക്കും നമുക്കൊന്ന് കടക്കാം. അദ്ദേഹത്തിന്റെ അവസാന നാളുകളെക്കുറിച്ച് പറയുമ്പോൾ ഒരു വലിയ ദേശീയ നേതാവുമായുള്ള കൂടിക്കാഴ്ച എടുത്തു പറയേണ്ടതുണ്ട്. അതെ. 1925 വക്കം മൗലവി മഹാത്മാഗാന്ധിയെ നേരിൽ കണ്ടിരുന്നു. ദേശീയ സ്വാതന്ത്ര്യസമര പ്രസ്ഥാനങ്ങളുമായുള്ള അദ്ദേഹത്തിന്റെ ആശയപരമായ ബന്ധവും അഹിംസയിൽ അധിഷ്ഠിതമായ പോരാട്ടത്തോടുള്ള അദ്ദേഹത്തിന്റെ പ്രതിബദ്ധതയും ഇതിൽ നിന്നും വ്യക്തമാണ്. അതൊരു വലിയ അംഗീകാരമായിരുന്നു. അദ്ദേഹത്തിന്റെ മരണം എപ്പോഴായിരുന്നു? 1932 ഒക്ടോബർ 31 കേരളം കണ്ട ഈ അസാധാരണ നവോത്ഥാന നായകൻ അന്തരിക്കുന്നത്. എന്നാൽ ആ ആശയങ്ങൾ അദ്ദേഹത്തോടൊപ്പം മണ്ണടിഞ്ഞില്ല. അദ്ദേഹത്തിന്റെ ദർശനങ്ങൾ
തുടർന്നും പഠിക്കാനും പ്രചരിപ്പിക്കാനുമായി വക്കം മൗലവി ഫൗണ്ടേഷൻ ട്രസ്റ്റ് രൂപീകരിക്കപ്പെട്ടു. കോഴിക്കോട്ടും ഒരു സ്ഥാപനമുണ്ടല്ലോ. അതെ, അദ്ദേഹത്തിന്റെ ജീവിതത്തെയും രചനകളെയും കുറിച്ച് ആഴത്തിലുള്ള ഗവേഷണങ്ങൾ നടത്തുന്നതിനായി കോഴിക്കോട് ആസ്ഥാനമായി വക്കം മൗലവി സെന്റർ ഫോർ സ്റ്റഡീസ് ആൻഡ് റിസർച്ച് എന്നൊരു സ്ഥാപനവും നിലവിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ തിരുവനന്തപുരത്ത് വക്കത്ത് തുടങ്ങി അഞ്ചുതെങ്ങിലൂടെ വളർന്ന് ചിറയൻകീഴ്, ആലപ്പുഴ, കൊടുങ്ങല്ലൂർ വഴി കോഴിക്കോട് വരെ നീളുന്ന ആ സ്വാധീനം നമുക്കിവിടെ വ്യക്തമായി കാണാം. ഈ വിവരങ്ങളെല്ലാം നമ്മൾ വളരെ വിശദമായി പരിശോധിച്ചു കഴിഞ്ഞു. ഇനി എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, ഈ വസ്തുതകളെല്ലാം ചേർത്തുവെച്ച് നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ കേരള ചരിത്രത്തിൽ അദ്ദേഹത്തിന്റെ സ്ഥാനം എങ്ങനെയാണ് നമ്മൾ അടയാളപ്പെടുത്തേണ്ടത്? നമ്മൾ ഇതിനെയെല്ലാം ചേർത്ത് വലിയൊരു ചിത്രത്തിലേക്ക് നോക്കിയാൽ വക്കം മൗലവി എന്ന മനുഷ്യൻ നടത്തിയ പോരാട്ടത്തിന്റെ വ്യാപ്തി മനസ്സിലാകും. അദ്ദേഹം ഒരേ സമയം 2 വ്യത്യസ്ത യുദ്ധമുഖങ്ങളിലാണ് പടപൊരുതിയത്. അതായത് സർക്കാരിനും യാഥാസ്ഥിതികർക്കും എതിരെ. അതെ, ഒരു വശത്ത് അദ്ദേഹം സ്വദേശാഭിമാനിയിലൂടെ സർവാധികാരിയായ ബ്രിട്ടീഷ് പിന്തുണയുള്ള ഒരു രാജാധികാരത്തോട് യാതൊരു ഭയവുമില്ലാതെ നേരിട്ട് പൊരുതുകയാണ്. മറുവശത്ത് സ്വന്തം സമുദായത്തിനുള്ളിലെ തന്നെ ആളുകൾക്കിടയിലെ അന്ധവിശ്വാസങ്ങളോടും അനാചാരങ്ങളോടും പൗരോഹിത്യത്തോടും അദ്ദേഹം ആശയപരമായി പൊരുതുകയാണ്. ശരിക്കും ഒരു ഇരട്ട പോരാട്ടം. തീർച്ചയായും. ഈ ഇരട്ട പോരാട്ടമാണ് വക്കം മൗലവിയെ കേരള നവോത്ഥാന ചരിത്രത്തിൽ മറ്റാരോടും ഉപമിക്കാൻ കഴിയാത്ത ഒരു വ്യക്തിത്വമാക്കി മാറ്റുന്നത്. ഭരണകൂടം സ്വത്തുകൾ കണ്ടുകെട്ടുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ടും സ്വന്തം സമുദായം കാഫർ എന്ന് വിളിച്ച് ബഹിഷ്കരിച്ചിട്ടും അദ്ദേഹം തന്റെ ലക്ഷ്യത്തിൽ നിന്ന് ഒരിഞ്ച് പോലും പിന്നോട്ടു പോയില്ല. അതാണ് ഏറ്റവും വലിയ സന്ദേശം. കേൾക്കുന്ന നിങ്ങളെ സംബന്ധിച്ച് ഈ ചരിത്രവസ്തുതകൾ, ആ തീയതികൾ, പ്രസിദ്ധീകരണങ്ങളുടെ പേരുകൾ എന്നിവയെല്ലാം ഒരു പക്ഷേ നാളത്തെ നിങ്ങളുടെ ഏതെങ്കിലും ഒരു പരീക്ഷയ്ക്ക് വലിയ മുതൽക്കൂട്ടായേക്കാം. എന്നാൽ അതിനപ്പുറം വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ ജീവിതം നമുക്ക് നൽകുന്ന വ്യക്തിപരമായ ഒരു പാഠമുണ്ട്. ശരിയാണ്, നിലപാടുകളുടെ പാഠം. എന്താണ് ശരിയെന്ന് നിങ്ങൾക്ക് ഉത്തമ ബോധ്യമുള്ള കാര്യങ്ങൾക്കു വേണ്ടി ലോകം മുഴുവൻ എതിർനിന്നാലും ഉറച്ചു നിൽക്കണമെന്ന പാഠം. സ്വന്തം ജീവനോളം സ്നേഹിച്ച പ്രസ് നഷ്ടപ്പെട്ടിട്ടും എന്റെ എഡിറ്ററെ കൈവിട്ട് എനിക്കിതൊന്നും വേണ്ട എന്നു മുഖത്തു നോക്കി പറഞ്ഞ ആ ധീരത, അതൊരു പാഠമാണ്. ഭാര്യയെക്കൊണ്ട് പേര് വിളിപ്പിക്കാൻ മകന് സ്വന്തം പേരിട്ട ആ വീട്ടിലെ ചെറിയ കാര്യത്തിൽ തുടങ്ങി രാജവാഴ്ചയുടെ അടിത്തറ തോണ്ടിയ പത്രപ്രവർത്തനം വരെ നീളുന്ന ആ ജീവിതം നമുക്ക് നൽകുന്നത് വലിയൊരു ഊർജമാണ്. അതെ, കാലം എത്ര കഴിഞ്ഞാലും പ്രസക്തി നഷ്ടപ്പെടാത്ത ജീവിതം. ഇന്നത്തെ ഈ വിശകലനം അവസാനിപ്പിക്കുന്നതിനു മുമ്പ് നിങ്ങളുടെ മനസ്സിലേക്ക് ഞാനൊരു ചെറിയ ചിന്ത ഇട്ടുതരികയാണ്. നിങ്ങൾ ജോലിക്ക് പോകുമ്പോഴോ വെറുതെ ഇരിക്കുമ്പോഴോ ഇതൊന്ന് ആലോചിച്ചു നോക്കൂ. 1910 തിരുവിതാംകൂർ സർക്കാർ ആ സ്വദേശാഭിമാനി പത്രവും പ്രസ്സും കണ്ടുകെട്ടിയിരുന്നില്ലെങ്കിലോ, എഡിറ്റൽ രാമകൃഷ്ണപിള്ളയെ നാടുകടത്താതെ വക്കം മൗലവിയോടൊപ്പം ചേർന്ന് അവർ തങ്ങളുടെ ആ നിർഭയമായ പത്രപ്രവർത്തനം പിന്നെയും പതിറ്റാണ്ടുകൾ തുടർന്നിരുന്നെങ്കിൽ കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹിക ചരിത്രം ഇന്ന് മറ്റൊന്നാകുമായിരുന്നില്ലേ? അതൊരു വലിയ സാധ്യതയാണ്. അധികാരവർഗത്തിന്റെ അഴിമതികൾ കൂടുതൽ വെളിപ്പെട്ടേനെ. ജനകീയ മുന്നേറ്റങ്ങൾ കുറച്ചുകൂടി നേരത്തെ സംഭവിച്ചേനെ. ആ ചരിത്രപരമായ സാധ്യതകളെക്കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ആ കൗതുകകരമായ ചിന്തയോടൊപ്പം ഇന്നത്തെ നമ്മുടെ ഈ ഡീപ്പ് ഡൈവ് ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും കാണാം.